നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഇന്ത്യ അത് വേറെ ലെവൽ എന്ന് പാകിസ്ഥാൻ ഇപ്പോൾ തിരിച്ചറിയുന്നു. UAE പ്രസിഡന്റിൻ്റെ മിന്നൽ സന്ദർശനം 8 ദിവസങ്ങൾക്ക് മുൻപ് വലിയ വാർത്തയായിരുന്നു. UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാൻ ന്യൂഡൽഹിയിൽ നടത്തിയ 3 മണിക്കൂർ നീണ്ട സന്ദർശനം. ഈ സന്ദർശനത്തിന് പിന്നാലെയാണ് ഇപ്പോൾ ഏറ്റവും ശക്തമായ UAEയുടെ മറ്റൊരു നീക്കം. ഇസ്ലാമാബാദ് രാജ്യാന്തര വിമാനത്താവളത്തിന്റെ പ്രവർത്തനം ഏറ്റെടുക്കാനുള്ള നിർദ്ദേശത്തിൽ നിന്ന് UAE പിൻവാങ്ങി. 2025 ഓഗസ്റ്റ് മുതൽ UAEയും പാകിസ്ഥാനും തമ്മിൽ ഇസ്ലാമാബാദ് വിമാനത്താവള നടത്തിപ്പിനെ കുറിച്ചുള്ള ചർച്ചകൾ തുടങ്ങിയിരുന്നു. ഇസ്ലാമാബാദ് വിമാനത്താവളത്തിന്റെ പ്രവർത്തനം പൂർണ്ണമായി UAE ഏൽപ്പിക്കുകയായിരുന്നു പാകിസ്ഥാന്റെ ലക്ഷ്യം. ഇതുവഴി പാകിസ്ഥാനും UAEയും തമ്മിൽ കൂടുതൽ സുദൃഢമായ ബന്ധത്തിലേക്ക് വളരുക. ഈ പദ്ധതി ഉപേക്ഷിക്കാൻ ഇപ്പോൾ UAE പറയുന്ന കാരണം വ്യത്യസ്തമാണ്. വിമാനത്താവള പ്രവർത്തനങ്ങൾക്കായി പ്രാദേശിക പങ്കാളിയെ കണ്ടെത്താൻ കഴിയാത്തതാണ് ഈ പദ്ധതി ഉപേക്ഷിക്കാനുള്ള കാരണമെന്ന് UAE വ്യക്തമാക്കുന്നു. എന്നാൽ ഇന്ത്യ സന്ദർശനത്തിന് തൊട്ടു പിന്നാലെ പാകിസ്ഥാനുമായുള്ള ഈ പദ്ധതി UAE വേണ്ടെന്ന് വയ്ക്കുമ്പോൾ അത് കൃത്യമായ സന്ദേശമാണ്. കരാർ തകർന്ന് തരിപ്പണമാകാനുള്ള രാഷ്ട്രീയ കാരണങ്ങൾ UAE വ്യക്തമാക്കുന്നില്ല. UAEയും സൗദി അറേബ്യയും തമ്മിലുള്ള വർദ്ധിച്ചു വരുന്ന അഭിപ്രായ വ്യത്യാസങ്ങളാണ് ഇതിൽ മുഖ്യം. യമൻ വിഷയത്തിൽ പാകിസ്ഥാനും UAEയും തമ്മിൽ ദീർഘകാലമായി അഭിപ്രായ വ്യത്യാസം നിലനിൽക്കുന്നു. പാകിസ്ഥാൻ സൗദി അറേബ്യയുമായി കൂടുതൽ അടുക്കുന്നത് UAEയുടെ താൽപ്പര്യങ്ങൾക്ക് വിരുദ്ധമാണ്. ഇക്കാര്യം പലതവണ പാകിസ്ഥാനെ UAE അറിയിച്ചു കഴിഞ്ഞു. ഇതിൻ്റെ ഭാഗമാണ് UAE പ്രസിഡന്റ് ഇന്ത്യയിലേക്ക് നടത്തിയ മിന്നൽ സന്ദർശനം. പാകിസ്ഥാന്റെ ശത്രു രാജ്യം. നേരത്തെ മുതൽ UAEയും ഇന്ത്യയും തമ്മിൽ വലിയ സൗഹാർദ്ദപരമായ അന്തരീക്ഷമുണ്ട്. UAEക്കും ഇന്ത്യക്കുമിടയിലുള്ള സൗഹാർദ്ദം ഒന്നുകൂടി ഊട്ടിയുറപ്പിക്കുകയായിരുന്നു UAE പ്രസിഡന്റിന്റെ മിന്നൽ സന്ദർശനത്തിലൂടെ ലക്ഷ്യമിട്ടത്. UAEയെ അലോസരപ്പെടുത്തുന്ന ചില നീക്കങ്ങൾക്ക് പാകിസ്ഥാൻ തുടക്കമിട്ടിരുന്നു. സൗദി അറേബ്യയുമായി ചേർന്ന് ഇസ്ലാമിക് നാറ്റോ സഖ്യം രൂപീകരിക്കാൻ പാകിസ്ഥാൻ ശ്രമം തുടങ്ങി. 2025 സെപ്റ്റംബറിൽ പാകിസ്ഥാനും സൗദിയും ഒപ്പിട്ട പ്രതിരോധ കരാർ പ്രകാരം ഒരാൾക്ക് നേരെയുള്ള ആക്രമണം ഇരു രാജ്യങ്ങൾക്കും നേരെയുള്ള ആക്രമണങ്ങളായി കണക്കാക്കേണ്ടി വരും. ഈ പശ്ചാത്തലത്തിലാണ് ഒരു പുതിയ രാഷ്ട്രീയ സാഹചര്യം ഉടലെടുത്തത്. ഇപ്പോഴിതാ UAE ഇന്ത്യയുമായി പുതിയ പ്രതിരോധ വ്യാപാര കരാറുകളിൽ ഒപ്പുവച്ചിരിക്കുന്നു. UAE സംബന്ധിച്ച് നിർണായകമാണ് ഇന്ത്യയുമായുള്ള വ്യാപാര കരാറുകൾ. UAEയിൽ നിന്ന് പ്രതിവർഷം 5 ലക്ഷം ടൺ ദ്രവീകൃത പ്രകൃതിവാതകം വാങ്ങാൻ UAE പ്രസിഡന്റും ഇന്ത്യൻ പ്രധാനമന്ത്രിയും തമ്മിൽ ഒരു കരാറിൽ ഒപ്പിട്ടു. ഹിന്ദുസ്ഥാൻ പെട്രോളിയം കോർപ്പറേഷനും അബുദാബി നാഷണൽ ഓയിൽ കമ്പനി ഗ്യാസുമാണ് 10 വർഷത്തെ ഈ കരാറിൽ ഒപ്പുവച്ചിരിക്കുന്നത്. 2028 മുതൽ LNG ഇന്ത്യക്ക് ലഭിച്ചു തുടങ്ങും. ഇന്ത്യയുടെ ഊർജ്ജ സുരക്ഷ ഉറപ്പാക്കാനും വർദ്ധിച്ചു വരുന്ന ഊർജ്ജാവശ്യങ്ങൾ നിറവേറ്റാനും ഈ കരാർ വഴി സാധിക്കുമെന്നാണ് ഇന്ത്യയുടെ കണക്കുകൂട്ടൽ. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാരം ഇരട്ടിയാക്കാനുള്ള തീരുമാനവും ഇന്ത്യ സന്ദർശനത്തിൽ എടുത്തിരുന്നു. എന്നാൽ നിർണായകമായ മറ്റു ചില നീക്കങ്ങൾ ഈ കാലയളവിൽ ദൃശ്യമായി. പ്രത്യേകിച്ച് ഇന്ത്യ സന്ദർശനത്തിന് തൊട്ടു പിന്നാലെ 900 ഇന്ത്യൻ തടവുകാരെ മോചിപ്പിക്കാൻ UAE പ്രസിഡന്റ് ഉത്തരവിട്ടു. ഇത് ഇന്ത്യയുമായുള്ള ശക്തമായ ബന്ധത്തിന്റെ തെളിവാണ്. പതിറ്റാണ്ടുകളായി പാകിസ്ഥാന്റെ ഏറ്റവും വലിയ വ്യാപാര പങ്കാളിയായിരുന്നു UAE. അതേ UAEയെ ഇന്ത്യ ഇങ്ങെടുത്തു എന്നർത്ഥം. സൗദിയുമായി പാകിസ്ഥാൻ എടുത്തപ്പോൾ മറുവശത്ത് UAEയെ ഇന്ത്യ പൂർണ്ണമായി ഇങ്ങെടുക്കുന്ന കാഴ്ച. UAE പ്രസിഡന്റിന്റെ ഇന്ത്യ സന്ദർശനം ദക്ഷിണേഷ്യൻ ഭൗമരാഷ്ട്രീയ സമവാക്യങ്ങളിൽ ഒരു പുതിയ തരംഗപ്രഭാവമാണ് സൃഷ്ടിക്കുന്നത്. ഇത് പാകിസ്ഥാന് പരോക്ഷമായ ഒരു ഉഗ്രൻ തിരിച്ചടി തന്നെ. ഇസ്ലാമാബാദ് വിമാനത്താവള പദ്ധതി എന്തുകൊണ്ട് UAEക്ക് താൽപ്പര്യം നഷ്ടപ്പെട്ടു എന്നതിൽ വലിയ വിശദീകരണമൊന്നും UAE നൽകിയില്ല. പ്രവർത്തനങ്ങൾ ഔട്ട്സോഴ്സ് ചെയ്യുന്നതിന് ഒരു പ്രാദേശിക പങ്കാളി വേണം. എന്നാൽ പാകിസ്ഥാനിൽ ഇപ്പോൾ നിലനിൽക്കുന്ന അസ്ഥിരതകൾ കാരണം ഒരു പ്രാദേശിക പങ്കാളിയെ കണ്ടെത്താൻ കഴിയുന്നില്ല എന്നാണ് UAE വ്യക്തമാക്കുന്നത്. പാകിസ്ഥാനിലെ മാധ്യമങ്ങൾ ഇപ്പോൾ ഇസ്ലാമാബാദ് വിമാനത്താവള പ്രോജക്റ്റിനെ കുറിച്ച് പറയുന്നത് സൗദി അറേബ്യയും UAEയും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ വളർന്നു വരുന്ന സാഹചര്യത്തിലാണ് UAE ഇത്തരമൊരു തീരുമാനമെടുക്കുന്നതെന്ന്. ഒരു കാലത്ത് ഗൾഫ് സഖ്യകക്ഷികളായിരുന്നു റിയാദും അബുദാബിയും.
എന്നാൽ യമനിലുള്ള എതിരാളി ഗ്രൂപ്പുകളുടെ പിന്തുണയെ ചൊല്ലി സൗദി അറേബ്യ UAEയുമായി കോർത്തു. ഇത് അസാധാരണമായ ഒരു ഏറ്റുമുട്ടലിന്റെ വക്കത്തെത്തി നിൽക്കുന്നു. ഇതിനിടയിലാണ് ഇസ്ലാമാബാദ് റിയാദുമായി ഒരു കരാറിൽ ഒപ്പുവെക്കുന്നത്. ഏകദേശം 4 പതിറ്റാണ്ടുകൾക്ക് മുൻപ് UAE പാകിസ്ഥാന്റെ ഏറ്റവും വലിയ വ്യാപാര പങ്കാളികളിൽ ഒന്നായിരുന്നു. UAEയിൽ നിന്നുള്ള പണമയക്കൽ തന്നെയായിരുന്നു പാകിസ്ഥാന്റെ പ്രധാന വരുമാന സ്രോതസ്. ആയിരക്കണക്കിന് പാകിസ്ഥാനികൾ UAEയുടെ വിവിധ ഭാഗങ്ങളിൽ തൊഴിലെടുത്തു. പ്രതിരോധം, ഊർജം, നിക്ഷേപ പദ്ധതികൾ എന്നിവയിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സഹകരണവും നിലനിന്നിരുന്നു. എന്നാൽ വർഷങ്ങളായി പാകിസ്ഥാനിൽ നിലനിൽക്കുന്ന സുരക്ഷാ ആശങ്കകൾ, ലൈസൻസിംഗ് വിവാദങ്ങൾ, അടിസ്ഥാന സൗകര്യങ്ങളുടെ അഭാവം എന്നിവ കൊണ്ട് ഈ ബന്ധം പൂർണ്ണമായി തകർന്നു. ഒരു വശത്ത് രാഷ്ട്രീയ ഇടപെടൽ, മറുവശത്ത് ഏറ്റവും കെടുകാര്യസ്ഥത നിറഞ്ഞ മോശം ഭരണം. പാകിസ്ഥാനിലെ സർക്കാർ ഉടമസ്ഥതയിലുള്ള സംരംഭങ്ങൾ പൂർണ്ണമായ നഷ്ടത്തിലാണ്. അവ തുച്ഛമായ വിലയ്ക്ക് വിൽക്കാൻ വെച്ചിരിക്കുന്നു. എന്നിട്ടും വാങ്ങാൻ ആളില്ലാത്ത അവസ്ഥ. ഇക്കഴിഞ്ഞ വർഷമാണ് ഇസ്ലാമാബാദ് അതിന്റെ പാകിസ്ഥാൻ ഇന്റർനാഷണൽ എയർലൈൻസ് സ്വകാര്യവൽക്കരിച്ചത്. അഫ്ഗാനിസ്ഥാനിൽ നിന്നുള്ള വെല്ലുവിളി തന്നെയാണ് ഇസ്ലാമാബാദ് നേരിടുന്ന ഏറ്റവും വലിയ ഭീഷണി. അതുകൊണ്ട് തന്നെ ഇസ്ലാമാബാദ് വിമാനത്താവള നിയന്ത്രണവും നടത്തിപ്പുമൊക്കെ UAEക്ക് കൈമാറാനുള്ള തീരുമാനം പാകിസ്ഥാൻ നേരത്തെ തന്നെ കൈക്കൊണ്ടു. ഇസ്ലാമാബാദ് വിമാനത്താവള പദ്ധതിയുമായി UAE മുന്നോട്ട് പോയാൽ അത് ഇന്ത്യൻ താൽപ്പര്യങ്ങൾക്ക് വിരുദ്ധമാണ് എന്ന് ഇന്ത്യ കൃത്യമായി UAEയെ അറിയിച്ചു. ചുരുക്കത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഏറ്റവും ശക്തമായ നയതന്ത്ര ഇടപെടലായി ഇതിനെ രാഷ്ട്രീയ വിദഗ്ധർ കാണുന്നു. ഇന്ത്യയും UAEയും തമ്മിൽ ഒരു സമഗ്ര തന്ത്രപരമായ പങ്കാളിത്തം ഇപ്പോൾ വികസിച്ചു വരുന്നുവെന്നാണ് പൊതുവെ രാഷ്ട്രീയ വിലയിരുത്തലുകൾ. ഒരു കാര്യം വ്യക്തമാണ്, ഇന്ത്യൻ പ്രധാനമന്ത്രിയുമായുള്ള UAE പ്രസിഡന്റിന്റെ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ദീർഘകാല ഭൗമ രാഷ്ട്രീയ സാമ്പത്തിക വിന്യാസത്തിനുള്ള ഒരു രൂപരേഖ ഇരു രാജ്യങ്ങളും ഇപ്പോൾ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നു. ശക്തമായ നിലപാടുകൾ, അനധിസാധാരണമായ നീക്കങ്ങൾ, നയതന്ത്ര രംഗത്ത് ഇന്ത്യ ഇപ്പോൾ പുലർത്തുന്നത് അപൂർവമായ ചില തന്ത്രങ്ങളാണ്. അതുകൊണ്ട് തന്നെ UAEയെ ഇന്ത്യയോട് അടുപ്പിച്ചു വെച്ചുകൊണ്ട് പാകിസ്ഥാനെതിരെ വീണ്ടും ഇന്ത്യ കൃത്യമായ സന്ദേശം നൽകുന്നു. മറുവശത്ത് സൗദി അറേബ്യ ആ മേഖലയിൽ ഒറ്റപ്പെടുന്ന കാഴ്ചയാണ് നമുക്ക് മുന്നിൽ. മറ്റ് ഇസ്ലാമിക് രാജ്യങ്ങളുടെ പൂർണ്ണ പിന്തുണ ഉറപ്പിച്ചു നിർത്തുന്നതിൽ ഇന്ത്യ വിജയിക്കുന്നു, പ്രത്യേകിച്ച് ഇറാൻ പോലുള്ള രാജ്യങ്ങളുടെ. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.